ഹായ് അസ്സലാമു അലൈക്കും. കുട്ടികൾക്ക് സ്കൂളിലേക്ക് സ്നാക്സ് ആയിട്ടും അതുപോലെ വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡേറ്റ്സ് ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം കാരമൽ സിറപ്പ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് വരും. പഞ്ചസാര നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നന്നായി മെൽറ്റായി വന്ന ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ പഞ്ചസാര മെൽറ്റായിട്ട് ഒന്ന് പതഞ്ഞ് ബബിൾസ് വരും. ആ സമയത്ത് നമുക്ക് ഒരു 1/2 കപ്പ് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഈ പഞ്ചസാരയെല്ലാം ഒന്ന് തിക്കാകും. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കുക. ഇനി ഇത് നന്നായി തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരും. ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആറാനായിട്ട് മാറ്റി വയ്ക്കുക. ആറിയ ശേഷം ഇത് നന്നായിട്ടൊരു സിറപ്പ് കൺസിസ്റ്റൻസി വന്നോളും. അപ്പോൾ അതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ട്രെയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ക്യാരറ്റ് 200 ഗ്രാം എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിന് ശേഷം ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഡേറ്റ്സ് ആണ്. ഒരു 150 ഗ്രാം ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10 എണ്ണം ഉണ്ടാകും. ഇത് വലിയ ഡേറ്റ്സ് ആയതുകൊണ്ട് ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറിയ ഡേറ്റ്സ് ആണെങ്കിൽ ഒരു 20 എണ്ണമൊക്കെ എടുക്കുക. എന്നിട്ട് അത് ചെറുതായിട്ട് ഇതുപോലെ കുരുവെല്ലാം നീക്കി ചെറുതായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് അതും മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് ബദാമും കാഷ്യൂസും വാൾനട്ടും ചോപ്പ് ചെയ്തത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ഫ്ലോർ ഒന്ന് ശരിയാക്കിയെടുക്കുക. അതിനായിട്ട് ഞാൻ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ പട്ടയുടെ പൊടിയും ഒരു കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് സിനമൺ പൗഡറിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ജാതിക്കയുടെ പൊടി ഉണ്ടല്ലോ, അതും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല നമ്മുടെ പ്ലം കേക്കിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ വരും കേക്കിന്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു പിഞ്ചോളം അത്ര കുറച്ച് മതി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഈ മാവെല്ലാം നന്നായി 1-2 തവണ ഞാനിപ്പോൾ ഈ മാവ് ചലിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ നമ്മുടെ കേക്ക് നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ മാവെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു 3 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത ശേഷം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം വെനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വെനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് മുട്ട നല്ല ബീറ്റായിട്ട് നന്നായി പതഞ്ഞ് വരണം. അതുവരെ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതൊരു 10 മിനിറ്റ് ആകും. അതിനുശേഷം നമുക്ക് പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പൊടിച്ച പഞ്ചസാരയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ എഗ് മിക്സിലേക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ അതൊന്ന് മിക്സായി വന്ന ശേഷം പിന്നെ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി പറഞ്ഞാൽ ഒരു റിബൺ കൺസിസ്റ്റൻസി, ആ ഒരു അളവിൽ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പഞ്ചസാര ഇട്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ മിക്സ് ഒന്ന് ടൈറ്റായിട്ട് വരും. അതിനുശേഷം നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ എഗ് മിക്സ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഒരു 2 സെക്കൻഡ് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഓയിൽ ഒഴിച്ച ശേഷം ഒരുപാട് ബീറ്റ് ചെയ്യരുത്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ചേർത്ത് കൊടുക്കുകയാണ്. അത് ചേർത്തിട്ട് ഒന്ന് ബീറ്റർ കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് അടുത്തതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത ശേഷം അതേപോലെ തന്നെ ബീറ്റർ കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ രണ്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് നേരം നമുക്ക് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഒരു സ്പാച്ചില വെച്ചിട്ട് ഒന്ന് മിക്സാക്കി, നമ്മൾ പൊടി ഇടുന്നതിന് മുന്നേ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പൊടി ഇതുപോലെ തന്നെ ചലിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചായിട്ട് ഒന്ന് ചലിച്ചിട്ട് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ നമ്മൾ സ്പാച്ചുല വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. അതായത് ഫ്ലോർ മിക്സിങ് സമയത്ത് ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ സ്പാച്ചുല കൊണ്ട് തന്നെ പതുക്കെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക.
നമ്മൾ ഇതുപോലെ മാവ് കുറച്ച് കുറച്ചായിട്ട് ചലിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുമ്പോഴല്ലേ നമ്മുടെ കേക്ക് ഏത് കേക്കാണെങ്കിലും നല്ല സോഫ്റ്റായിട്ട് സ്പോഞ്ചി ആയിട്ട് വരും. പിന്നെ നമുക്ക് ഈ മാവ് ചേർത്ത് കൊടുത്ത ശേഷം ഒരുപാട് ഓവർ മിക്സ് ചെയ്യരുത് കേട്ടോ. ഓവർ മിക്സ് ചെയ്തു പറഞ്ഞാൽ കേക്ക് ഹാർഡായി പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലെ മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ നട്ട്സ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പാലോ അല്ലെങ്കിൽ വെള്ളമോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഇതിലുള്ള ഇതുകൊണ്ട് തന്നെ ബാറ്റർ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിലും നമുക്ക് അഥവാ ബാറ്റർ തിക്കായിട്ടുണ്ടെങ്കിൽ അതിൽ 1 ടേബിൾ സ്പൂണ് വെള്ളം, റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ കേക്കിൻ്റെ ബാറ്റർ നമ്മുടെ ട്രേയിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. മാറ്റി കൊടുത്ത ശേഷം ഒന്ന് ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടിയിട്ട് ഒരു 4-5 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഓവനിലാണെങ്കിൽ ഓവനിൽ, ഞാനിവിടെ പാനിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ശേഷം കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കുക. അതിനുശേഷം ആദ്യത്തെ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ 1 മണിക്കൂറും 15 മിനിറ്റും ആയിട്ടുണ്ട് എനിക്ക് ഈ കേക്കായിട്ട് കിട്ടാനായിട്ട്. ഇത് നമ്മൾ ഓവനിലാണെന്നുണ്ടെങ്കിൽ ആദ്യം 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ശേഷം 160 ഡിഗ്രിയിൽ ഒരു 50 to 60 മിനിറ്റ്സ്, അതായത് 1 മണിക്കൂർ, ഏകദേശം 1 മണിക്കൂറിൻ്റെ ഒരു സമയം എടുക്കും ഓവനിൽ ആയി കിട്ടാനായിട്ട്. അതുപോലെ തന്നെ പ്ലം കേക്കൊക്കെ നമ്മൾ ചെയ്തെടുക്കണ പോലെ പിറ്റേ ദിവസം മാത്രം നമ്മൾ കേക്ക് കട്ടാക്കുക കേട്ടോ. അല്ലെങ്കിൽ കേക്ക് ഇങ്ങനെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് സ്പഞ്ചി ആയിട്ടുള്ള കേക്ക് ഇവിടെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിനി ബാക്കിയുള്ള കേക്കെല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു പാകത്തിന് കട്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അപ്പം നമുക്കിത് ഒരാഴ്ച വെളിയിൽ കേടുകൂടാതെ എയർ ടൈറ്റായിട്ട് കണ്ടെയ്നറിലാക്കി വെച്ചാൽ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.